ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുമ്പം ഞാൻ ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഡൽഹിയുടെ കാര്യം എടുത്തപ്പം 2012 സ്ഥാപിതമായ AAP ആപ്പ് പാർട്ടി 2013 അധികാരത്തിലെത്തുന്നു. ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പം ഈ ആപ്പിലെ 7-8 നേതാക്കൾ BJP-യിലേക്ക് പോവുകയും ഡൽഹി ഭരണം തന്നെ BJP കൊണ്ടുപോവുകയും ചെയ്തു. ഇതേ ഒരു അവസ്ഥ ഇപ്പോൾ 2 വർഷം പ്രായമായിട്ടുള്ള ഒരു പാർട്ടി തമിഴ്നാട് ഭരണം പിടിച്ചെടുക്കുമ്പോൾ ഇതേ ഒരു അവസ്ഥ ഭാവിയിലേക്ക് അവിടെ BJP-ക്ക് ചുവട് വെക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത് മാറുമോ എന്നുള്ള ഒരു ആശങ്ക സാധ്യത കൂടുതലാണ്. പക്ഷേ അവിടുത്തെ പ്രതിപക്ഷമായിരിക്കുന്നവരിൽ വളരെ നീണ്ട ഒരു ദ്രാവിഡ ബോധമുണ്ട്. അതത്ര എളുപ്പമല്ല. പക്ഷെ ഈ കാലാന്തരങ്ങളായിട്ടുള്ള ദ്രാവിഡ ബോധത്തെ ഒന്നാകെ അട്ടിമറിച്ചിട്ടല്ലേ വിജയ് വന്നത്? അത് വിജയ് അങ്ങനൊന്നും വന്നതൊന്നുമല്ല. അത് സിനിമാക്കാരുടെ ലോകത്തു നിന്ന് വന്നതാണ്. അത് MG രാമേന്ദ്രൻ ജയിക്കുന്ന സാധനം കൊണ്ട്, ജയലളിത ജയിക്കുന്ന കാരണം കൊണ്ട് വരുന്ന. അത് നമ്മൾ സ്പെഷ്യലായിട്ട് കമൽഹാസനും രജനീകാന്തും വിജയകാന്തും ഒക്കെ മത്സരിച്ചിട്ടില്ല. രജനീകാന്ത് മത്സരിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കും. കമൽഹാസൻ ചെയ്താൽ വരത്തില്ല. കാരണം കമൽഹാസൻ ഒരു ആക്ടറായിട്ടാണ് അറിയുന്നത്, അല്ല താരമായിട്ടല്ല. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അയാൾ സെക്കുലറായ വരികളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇയാൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല പറയുന്നത്. അയാളുടെ സിനിമയ്ക്കകത്ത് അയാൾ മാത്രമേ ജയിക്കത്തുള്ളൂ. അങ്ങനെ താരപരിവേഷത്തിന്. പിന്നെ ഈ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കറപ്റ്റഡായ സിസ്റ്റം തന്നെയാണ്. അല്ലാതെ സ്റ്റാലിൻ ഇരിക്കുന്ന കാരണമാണ് അവിടെ കറപ്ഷൻ ഇല്ലെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. ജയലളിതയ്ക്ക് പങ്കുകൊടുത്തോ ഞങ്ങൾക്ക് തന്നു. കരുണാനിധിയുടെ കാലത്ത് എനിക്കറിയുന്ന കാര്യമാണ്. അവിടെ ബിസിനസ് ഇത്രയും നന്നായിട്ട് നടക്കുന്നത് 2 കൂട്ടർക്ക് ഒരുപോലെ കൈക്കൂലി കൊടുത്താൽ എല്ലാ കാര്യവും നടക്കും എന്ന് പറയുന്ന സിസ്റ്റം തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ ജനാധിപത്യം ഒന്ന് വികസിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ലേ. അതൊന്നും ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ ഈ വിജയ് ഒരു സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ക്യാഷ് ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി, ഞാൻ ക്യാഷ് ഉണ്ടാക്കാനല്ല വന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ആളുകളെ MG രാമേന്ദ്രൻ ഇത് എന്താണ് അവിടുത്തെ സാധാരണക്കാർക്ക് പുതപ്പ് കൊടുക്കുന്നു എന്ന് പറയുന്ന പോലുള്ള വരികളാണ്. അത്രേ അർത്ഥമുള്ളത്. അതെല്ലാം പണ്ടേ എത്രയോ പണക്കാർ പറഞ്ഞിട്ടുള്ള വരിയാണ്. അത് വിജയ് പറയുന്നതുകൊണ്ട് ഇയാൾ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലെ പണക്കാർ മുഴുവൻ പറയുന്ന വരികയാണ്, ഐ എം ഓൾറെഡി റിച്ച്, യു ജസ്റ്റ് വോട്ട് മീ, ഐ വോണ്ട് ബി എക്സ്പ്ലോയിറ്റിങ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ കോൺഗ്രസ് പണക്കാർ വടക്കേ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ജന്മികളായിട്ടുള്ളവർ. അപ്പോൾ എല്ലാവർക്കും അറിയാം അവർക്ക് പണമുണ്ട്, അവരെ കണ്ട് കൊള്ളയടിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അവർ കൊള്ളയടിക്കുകയും ചെയ്യും. പക്ഷെ അധികാരം കിട്ടും. അതെന്നേ പണക്കാരെന്നേ കണ്ടെത്തിയ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ അത്ഭുതകരമായി വിജയുടെ വായിക്കാത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. വിജയ്ക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കൂടി ഇപ്പം വിജയ്ക്ക് കൂടെ ചേർന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്, CPM മറ്റ് നേതാക്കളൊക്കെ ഉണ്ട്. അതല്ലേ അയാളിപ്പോൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ കഥയൊന്നും ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. നമ്മളതൊക്കെ മനസ്സിലാക്കാനുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിലൂടെ മാത്രമേ ആ ലെവലിലുള്ള മാറ്റം വരുള്ളൂ. അല്ലാതെ അത് ഇങ്ങനെ ഇടതുകാലിലെ മന്ത് വലതുകാലിലെ മന്ത് എന്ന് പറയുന്നത് മാത്രമാണ് വിജയ്. അതിനപ്പുറത്തോട്ടൊന്നും അതിനകത്ത് വേറെ ഒന്നും സംഭവിക്കാനില്ല. അല്ലാതെ അയാൾക്കെന്ത് വിഷനാണുള്ളത്? എന്ത് ജനാധിപത്യത്തിനെ പറ്റി എന്തറിവുണ്ടായിട്ടാണ് വിജയ് സംസാരിക്കുന്നത്? നമ്മളയാൾ പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ മാത്രമേ ആ പ്രസംഗങ്ങൾക്ക് കഴിയുള്ളൂ. അല്ല ചിന്തിക്കുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. സ്വന്തം ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന ആളുകളാകത്തില്ല. താരാരാധന എന്ന് പറയുന്നതൊന്നും ജനാധിപത്യമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല. അത് ജയലളിതയാണോ MGR ആയിരുന്നു. MGRും ജയലളിത എന്ന് പറഞ്ഞാൽ അതിന് പകരം വന്ന ആൾ മാത്രമാണ്. അത് കരുണാനിധിയും ഒക്കെ അങ്ങനെ അവിടുന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് വേറൊരു റൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ സ്വാധീനം. അത് പെരിയോറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അവര് ഒരു ദ്രാവിഡ മുന്നണിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. വിജയ് സ്വന്തമായ ഒരു മുന്നണി അത് ഉണ്ടായാൽ അത് അതിന്റെ കഥ എന്ന് പറയുന്നത് ജയലളിത നിന്ന പോലുള്ള കുറെ നാളത്തേക്ക് നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല വിജയ്ക്ക് ശേഷം വേറൊരു വിജയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതിനകത്ത് വണ്ണമംഗലോട്ട് ഇപ്പൊ DMK തുടരുന്നില്ലേ, അതുപോലെ മൂന്നാമത് ഒരു ഘടക കക്ഷിയായിട്ട് നിൽക്കും. അത്രേ വരൂ. അതിനപ്പുറത്തോട്ടൊന്നും എത്തത്തില്ല. ഒറ്റയ്ക്ക് അവർ ഇപ്പൊ ഭരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അവർ നിർണ്ണയിക്കപ്പെട്ടു പോകും. കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇഷ്ടംപോലെ നിർണ്ണയിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് വണ്ണമംഗൽ 3 എണ്ണം കൂടെ അവിടെ ഉണ്ട് എന്ന് വരുന്ന ഒരു സാധനമേ ഉണ്ടാകത്തുള്ളൂ. ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ചോയ്സിന്റെ എണ്ണം കൂടി ഒരെണ്ണം കൂടെ കൂടി എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ കേരളത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ ധാർഷ്ട്യം
ആണ് നമ്മൾ ഈ പരാജയത്തിന് ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറയുന്നത്. ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം നിസ്സാരമായ ബാലിശമായ കാരണങ്ങൾ വെച്ച് ഈ ജനങ്ങൾ ഒന്നാകെ എതിർത്ത് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് മാത്രമൊന്നുമല്ല. അത് ആ പറയുന്ന വരി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണ്ണയിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതിൻ്റെ പ്രവർത്തകരായിരിക്കുന്നവർ നിസ്സഹങ്കരായി മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാം. അവർക്ക് ന്യായമൊന്നും പറയാനൊക്കത്തില്ല. ആ സാധനങ്ങൾക്ക് എന്ത് ന്യായമാണ് പോയി പറയാൻ പറ്റുന്നത്? എപ്പോഴും പറയാനൊക്കുന്ന വികസനത്തിന്റെ കാര്യം വലിയ പറയാൻ പറ്റുള്ളൂ. ഈ പെരുമാറ്റത്തിന് എങ്ങനെ വരും? കേരളത്തിനകത്ത് ആളുകൾ ഡിഗ്നിഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൂടാളൂ, അത് നമ്മൾ അറിയേണ്ടതാ. ഇപ്പൊ ഗോവിന്ദമാഷ് ഈ അടുത്ത് പറയുകയുണ്ടായി, അണികൾക്ക് ധൈര്യപൂർവ്വം പറയാനുള്ള അവസരം. അതങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ധൈര്യപൂർവ്വം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള കാര്യം അതുകൊണ്ടാണ്. ആ ധ്വനി അതിനകത്ത് അവര് തന്നെ പറയുമ്പോൾ ഉണ്ടായിരുന്നില്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ശൈലജ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച ഒരാളല്ലേ? സ്വാഭാവികമായിട്ടൊരു വനിതാ മുഖ്യമന്ത്രി ആകാൻ പറ്റുന്ന ആളല്ലായിരുന്നോ? അവരെ കൊണ്ടുപോയി 2 ഇലക്ഷൻ നിർത്തി തീർത്തും പരാജയപ്പെടുത്തി അവരെ ആരും അല്ലാതാക്കിയ ഒരു പ്രവൃത്തിയില്ലേ? ഇതിനൊക്കെ എന്ത് ഉത്തരം പറയും? ആരോട് പറയും? ന്യായമൊന്നും പറയാനില്ലല്ലോ. അവിടെ ന്യായമൊന്നും പറയാനില്ല. ഈ സ്ഥാപനം, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സ്ഥാപനം ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് സംശയമൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് 3 കാൻഡിഡേറ്റ് പുറത്തിറങ്ങി നിന്നില്ലേ? അവര് ജയിച്ചില്ലേ? 3 പേരും ജയിച്ചു. അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതല്ലേ? പണ്ടാണെങ്കിൽ അങ്ങനെ ഒരാൾ ജയിക്കാനേ പറ്റത്തില്ല. അതെങ്ങനെയാ ജയിക്കുന്നത്? അതൊക്കെ കണ്ട അത് ആ ലെവലിൽ ദുർബലപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സംശയവും നമുക്ക് വേണ്ട. ആളുകൾ നിഷ്ക്രിയരായി പോയിട്ടുണ്ട്. അവർക്ക് ന്യായം പറയാൻ പറ്റാത്ത സ്ഥലത്ത് എത്തിപ്പോയിട്ടുണ്ട്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല, ആ സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടായി പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഡെമോക്രാറ്റിക് ആയ തീരുമാനവും നടക്കാതായി പോയിട്ടുണ്ട്. അത് റീഗെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിൽക്കത്തില്ല. ഇപ്പൊ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുമ്പോ ഇതിൽ എന്ത് മാറ്റമാണ്? അത് ഇത്തവണ അയാൾ തീരെ ആയിക്കൂടാത്തതായിരുന്നു. അയാൾ വേറെ വീടൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്തിനാണ് രണ്ടാമത് വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് അയാൾ വീട് അന്വേഷിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവാകത്തില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അവസാനം കേട്ട ന്യൂസുകൾ പ്രകാരം അതാ പറഞ്ഞ അത് ഇപ്പൊ പിന്നെ ചാകുന്നവരെ ഇതിനകത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വൃദ്ധന്റെ പ്രശ്നം മാത്രമാണ് ഇതിനകത്ത്. ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാലും വൃദ്ധന്മാരുടെ ഒരു ഭയങ്കരമായ ഞാൻ പത്രസമ്മേളനം നടത്തി പിരിയുമ്പോൾ ഞാൻ വൃദ്ധനായി, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നില്ല. അപ്പൊ ഞാനത് പറയുമ്പോൾ എന്നെക്കാളും മൂത്തവരാണ് ഇരിക്കുന്നവര്. ഞാൻ 15 കൊല്ലം കഴിഞ്ഞ് സംസാരിക്കാൻ ഈ കേരളത്തിനകത്ത് രണ്ടാമത് വന്ന് സംസാരിക്കാൻ 2016 2005 വരുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടാണ് 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ 11 വർഷം കഴിഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അന്ന് വിട്ടിട്ട് പോയ മുഴുവൻ ആൾക്കാരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതാണ് ആ പത്രസമ്മേളനകത്ത് ആദ്യത്തെ എൻ്റെ പത്രക്കുറിപ്പ് ഇതാണ്: പ്രായമായവർ മാറണം, കാരണം അവരെ പിരിച്ചുവിടാൻ വേറെ ആരുമില്ല. അതേസമയത്ത് ജഡ്ജി പിരിക്കപ്പെടും, കാരണം റിസൈൻ ചെയ്യണം. വക്കീല് ഈ അധ്യാപകർ ചെയ്യണം, ഉദ്യോഗസ്ഥരെല്ലാം എല്ലാവരും റിട്ടയർ ചെയ്യണം. ഇവർക്ക് മാത്രം, ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും മാത്രം റിട്ടയർമെന്റ് ഇല്ല. അതെന്തുകൊണ്ടാണ്? അവർ സ്വയം മാറേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അത് ഞാൻ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് രാജിവെച്ചത്. ഞാൻ രാജിവെച്ച കാര്യം അത് ആരും ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ഇന്നാണ് ഈ വൃദ്ധന്മാരുടെ കാര്യമൊക്കെ ഇപ്പോഴും ചർച്ച തുടങ്ങിയത്. പക്ഷെ അത് ചർച്ച എന്തിനായിരുന്നു? 2 തവണ ജയിക്കണ്ടെന്നൊക്കെ വയസ്സായവർ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിണറായി എങ്ങനെ ഇരിക്കും? അയാൾ എക്സാമ്പിളായിട്ട് അയാൾ മാറേണ്ടതല്ലേ? അയാൾക്ക് എങ്ങനെയാണ് രണ്ടാമത് ചീഫ് മിനിസ്റ്റർ ആകാനായിട്ട് പറ്റുന്നത്? ആ നിയമം ശരിയാണെങ്കിൽ. അതൊക്കെ അതുകൊണ്ടാണ് മര്യാദയില്ലാത്ത. നേരത്തെ ഇപ്പൊ അവിടെ ബലാത്സംഗം ചെയ്ത ആള് ജയിച്ച പോലാണ് ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് അതുകൊണ്ടാണ് അത് വളരെ പ്രകടമായിട്ട് കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു പോകും. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ മീഡിയ അത് ആ ഏരിയ വളരെയധികം ചികഞ്ഞ് വെളിവാക്കുകയും ചെയ്യും. കാരണം അവർ ഈ LDF എന്ന് പറയുന്ന ആ സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പണം കൊടുത്ത് വാങ്ങപ്പെട്ടവരായിട്ട് മീഡിയ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ VD സതീശൻ ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സംസാരിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ളതായിരുന്നു.
നിങ്ങൾ പറയുന്ന LDF അല്ല, ഞങ്ങളാണ് ഇടതുപക്ഷം. അപ്പൊ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി എന്തോ നന്മയുള്ള ഒരു സംഭവമാണ് എന്നും, അല്ല വലതുപക്ഷം എന്ന് പറയുന്നത് എന്തോ മൂല്യഭ്രംശം സംഭവിച്ചത് എന്താണെന്നും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ. അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ? ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്? ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് ആരെങ്കിലും ബോധിപ്പിക്കുന്നത് എന്തിനാണ്? ഇടതുപക്ഷം എന്ന് പണ്ടേ പറയുന്നത് നിലനിൽക്കുന്ന അവസ്ഥ ട്രാൻസ്ഫോം ചെയ്യണമെന്ന്, എന്ന് പറഞ്ഞാൽ രൂപമാറ്റം വരുത്തി ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ളതിനെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന അവസ്ഥ ട്രഡീഷണലായ മൂല്യങ്ങൾ നിലനിർത്തണമെന്ന് ആലോചിക്കുന്നതിനെയാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഇടതുപക്ഷവും മറ്റു വലതുപക്ഷവും എന്ന് പറയുന്ന പോലെ അല്ല അത് മനസ്സിലാക്കേണ്ടത്. ഞാൻ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലുള്ളതാണെന്ന് തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്കകത്ത് അവർ നിൽക്കേണ്ടി വരുന്നത്. വലതുപക്ഷം എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിൽക്കണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരുടെ ലോകത്ത് ഒരിക്കലും കോൺഗ്രസ് വരുത്തില്ല. കാരണം അവർക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അവർക്കും ഉള്ളത്. വേറെന്ത് ആശയങ്ങളാണ്? അപ്പം തുല്യതയെ പറ്റി അവർക്ക് സംസാരിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ ഗാന്ധിയുടെ സമീപന രീതി മാത്രമാണ് അതിനകത്തുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്റൻ്റ് ആയ ഓർഗനൈസേഷൻ ഉണ്ടാക്കി പവർ പിടിച്ചെടുത്ത് ട്രാൻസ്ഫോർമേഷൻ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പോലല്ല, പതുക്കെ ചെയ്തെടുക്കണം എന്ന് ആലോചിക്കുന്ന യുക്തിക്കകത്ത് അല്ലെ ലക്ഷ്യം ഒരുപോലെ തുല്യതയെ പറ്റിയും എന്താണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന സ്വത്ത് എല്ലാവർക്കും ഗുണകരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം എന്ന് പറയുന്ന യുക്തിക്കകത്ത് അല്ലാതെ കോൺഗ്രസ് എവിടെ പോയി നിൽക്കും? കോൺഗ്രസ് ഇന്ത്യയെ ഭരിക്കുന്ന സമയത്ത് അതിനകത്തെ വലതുപക്ഷ വശങ്ങളാണ് ഈ ഭരണ സംവിധാനം എന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണം. ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാർ ഭരിക്കുന്ന സംവിധാനത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ എതിർത്തു എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ കണ്ടന്റ് കൊണ്ടല്ല, അവരുടെ ആശയങ്ങൾ കൊണ്ടല്ല. അതിപ്പോൾ ഗാന്ധി പറയുന്ന കാര്യത്തിനകത്തൊക്കെ ഗ്രാമസ്വരാജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ആളല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വലതുപക്ഷം അല്ല. വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന വലതുപക്ഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന BJP ആയിട്ട് മാറുന്നത്. യഥാർത്ഥ വലതുപക്ഷം അവർ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ലോഡ് എന്ന് പറഞ്ഞ് വാദിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആ കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലി തന്നെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ അറിയണം. അവരുടെ വളർച്ചയാണ് ആ കാണുന്നത്. BJP ആയിട്ട് വളർന്നിരിക്കുന്നത്. അത് ജനസംഘം എന്ന് പറയുന്ന നിലവാരത്തിൽ തുടർന്നിട്ടുണ്ട്. സംഘടന കോൺഗ്രസ് എന്ന് പറഞ്ഞ് അതിനകത്ത് മാറിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അതിനകത്തുണ്ടായ വളർച്ചയാണ്. അത് എന്താണ് രാമായണവും മഹാഭാരതവും സീരിയൽ കാണിക്കണമെന്ന് ആലോചിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണെന്ന് മറന്നു പോരുന്നു. രാമജന്മഭൂമി തുറന്ന് കൊടുത്ത് അവിടെ അടച്ചിട്ടിരുന്ന നെഹ്റുവിൻ്റെ കാലത്ത് അടച്ചിട്ടിരുന്ന സാധനമാണത്. അത് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ട്രീം അതിനകത്തുണ്ട്. ആ സ്ട്രീമിൻ്റെ കൺസോളിഡേഷനാണ് മറുവശത്ത് നടന്നിട്ട്. അതിലൊരു സംശയവും വേണ്ട. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നതല്ല. ഇപ്പം കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരു സ്ട്രീം നമുക്കില്ല. കാരണം ഇവിടെ ആദ്യമേ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരായിരിക്കുന്നവരും ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായിട്ടും സെക്യുലർ ആയിട്ടുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ് നിന്നിട്ടുള്ളത്. അല്ലാതെ അതുകൊണ്ടാണ് AK ആന്റണി ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസ് ഉണ്ടാകത്തില്ലല്ലോ. ഈ ഇപ്പൊ സോഷ്യലിസ്റ്റ് ആശയം എന്ന് പറയുമ്പോൾ ഒരു ആധുനിക സമൂഹത്തിൽ ഈ സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ഒരു പ്രായോഗികത എത്രമാത്രമാണ്? ഈ നിൽക്കുന്ന ഗവൺമെന്റിനെ ഉപയോഗിച്ചിട്ടല്ലേ സോഷ്യലിസം എന്നൊക്കെ പറയുന്നുണ്ടാകുന്നത്. ഇപ്പം രാജാവിൻ്റെ കാലത്ത് രാജകൊട്ടാരം ഉണ്ടാകുകയും ബാക്കിയുള്ളവരെല്ലാം കുടിലല്ലേ, കൊട്ടാരവും കുടിലും എന്നല്ലേ ഡിവിഷൻ. നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കാരണമാണ് എല്ലാവരും വീട്ടിൽ കഴിയുന്നത്. എല്ലാവർക്കും സ്വന്തം വീടുണ്ടായത് എങ്ങനെയാണ്? ജനാധിപത്യം വന്നപ്പോഴാണ്. ഡെമോക്രാറ്റിക്കായ വാല്യൂസ് ഭരണഘടനയിൽ ഉള്ളത് കൊണ്ടാണ് അവകാശങ്ങൾ ഉണ്ടായത്. അത് ലോകവ്യാപകമായി അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് സോഷ്യലിസം ഡെമോക്രസിയും വേറെ വേറെ അല്ലല്ല, അതാണ് അങ്ങനെ ആക്കിയതാരാണത്? അതൊക്കെ ഈ പറയുന്നത് വലതുപക്ഷ ആശയങ്ങളാണ്. ഡെമോക്രസി വേറെ, അത് അമേരിക്കക്കാരൻ്റെ സാധനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അല്ല, സോഷ്യലിസ്റ്റ് ആശയങ്ങളല്ല എന്ന് വരുത്തി അത് അമേരിക്കക്കാരുടേതാണ്. അവിടെ രാജാവിന് പകരം ഉണ്ടായ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ പണം കോൺസെൻട്രേറ്റ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ ലോകത്തിലേറ്റ് 30 ട്രില്യൺ, നമ്മുടെ 30 ട്രില്യൺ സ്വത്തുള്ള ഒരു രാജ്യത്ത് ആളുകൾ റോഡിൽ കിടക്കുകയല്ലേ. അത് നമ്മൾ വെറുതെ എങ്ങനെ എടുത്താൽ പോരെ? അത് ആ ആശയം അവിടെ ഇല്ല. എന്ത് ഡെമോക്രസി അവിടെ? അമേരിക്കയിൽ ഡെമോക്രസി ഇല്ല. ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് തന്നെ 40% വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വോട്ട് ചെയ്യുക മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ അവിടെ ഭയങ്കരമായ എന്ത് വ്യക്തി സ്വാതന്ത്ര്യമാണ്? അങ്ങനെയാണ് അസാഞ്ച് എങ്ങനെയാണ് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്നോഡൻ അവിടെ നിന്ന് ഓടുന്നത്? എന്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ പറ്റി ഞങ്ങൾ പറയുന്നത്?
രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ജനങ്ങളെ മാത്രമാണ് ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല. അത് നമ്മൾ അറിയണം. അവിടെ ആ നിലവാരത്തിൽ ഒരു ജനാധിപത്യ ബോധത്തോടെ മിണ്ടിയ വരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ അവനെ വെടിവെച്ചു കൊല്ലും. പ്രസിഡന്റുമാരൊക്കെ വെടികൊണ്ട് ചത്തുപോയിട്ടില്ലേ ആ രാജ്യത്ത്? ജനാധിപത്യമാണെന്നുണ്ടെങ്കിൽ എന്നാൽ ജനാധിപത്യപരമായിട്ട് പെരുമാറിയ രണ്ടുപേരാണ് അബ്രഹാം ലിങ്കനും ജോൺ എഫ് കെന്നഡിയും. രണ്ടെണ്ണം ചത്തുപോയി. ബാക്കി പിന്നെ ഡെമോക്രാറ്റ് എന്നും റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസവും വരുത്തുന്നവരല്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഒബാമ വ്യത്യസ്തനായ ആളായിട്ട് ഇരുന്നത് കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ മുർമു ഇരിക്കുന്ന പോലെ ഇരുന്നു എന്നുള്ളതല്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ കഴിഞ്ഞാൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമായ യാതൊന്നും അവിടെ ചെയ്യുന്നില്ല. അമേരിക്കൻ ഭരണകൂടമാണ് നടക്കുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറ്റേണ്ടതുണ്ട്. എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ മാറിയിട്ടുള്ളത്? അങ്ങനത്തെ ലിബർട്ടികളൊന്നും ഇല്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ ഉള്ള അത് നമ്മുടെ എല്ലാം വീടുകളിലെല്ലാം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയമായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലേ? മറ്റത് സംസാരിക്കാനൊക്കെ അതായി വെടികൊണ്ട് ചത്തുപോകും. നമ്മൾ തോക്കുമായിട്ട് നടന്ന് ഇത്രയധികം ആൾക്കാരെ വെടിവെക്കുന്ന വേറൊരു രാജ്യമുണ്ടോ? ആര് പറയുന്ന കാര്യമാണ്? എന്ത് ഡെമോക്രസിയെ പറ്റി പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് മറ്റുള്ള സ്ഥലത്തുനിന്ന് കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന സാധനത്തിനെ പറ്റി ചിന്തിക്കാത്ത അമേരിക്കൻ സ്വാതന്ത്ര്യം മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് എന്തിനാണ് ഈ വിയറ്റ്നാമിൽ ഇടപെട്ടതെന്ന് ചോദിച്ച ഒരു ജനത അവിടെ ഉണ്ടായപ്പോൾ സ്വാതന്ത്ര്യം അങ്ങ് പോയി. എങ്ങനെയാണ് മുഹമ്മദ് അലി ജയിലിൽ കിടന്നത്? പട്ടാളത്തിൽ ഞാൻ ചേർത്തില്ലെന്ന് പറഞ്ഞതാണ്. ജനാധിപത്യമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പറയാൻ അവകാശമില്ലേ? പിന്നെന്തിനാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്? അയാൾക്ക് മുഹമ്മദ് അലി ആയിട്ട് മാറാൻ ബാധ്യത വന്നത് എങ്ങനെയാണല്ലോ? കാഷ്യസ് ക്ലേ ആയിരുന്നല്ലോ. അയാൾക്ക് എൻ്റെ വിശ്വാസ പ്രമാണം ഉപയോഗിച്ചിട്ട് അയാൾ പറയാൻ ബാധ്യത വന്നിട്ടാണ് അയാൾക്ക് അത് പറയാൻ ബാധ്യത വന്നത്. അവിടെ വലിയ പാട്ട് സംഘങ്ങൾ ഹിപ്പി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇതിനെതിരെ സമരം ഉണ്ടാക്കിയവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന നിലവാരത്തിൽ എത്തിപ്പോയില്ലേ? വ്യാപകമായ മീഡിയ ഉപയോഗിച്ച് അവർ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതല്ലേ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടുള്ള സമരമാണ് അവസാനം ഡ്രഗ് അഡിക്ഷനായിട്ട് മാറിയത്. ഡ്രഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മദ്യം ഡ്രഗ് അല്ലെന്നും മറ്റുള്ള സാധനങ്ങളാണ് ഡ്രഗ് ആണെന്നും ഡ്രഗിനെതിരായിട്ടുള്ള യുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന മുഴുവനും ഈ സമരങ്ങൾ ചെയ്ത ആൾക്കാരെ നിശബ്ദമാക്കുന്ന ആൾക്കാർ നിലനിൽക്കുന്ന സിസ്റ്റത്തിനെതിരെ സമരം ചെയ്തവരാണ് അവരെല്ലാം. അത് മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സാധനം അവിടെ ഇല്ല. മൈത്രേയന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ഒട്ടനവധി വിശേഷങ്ങൾ മൈത്രേയനിലൂടെ അറിയാനും കേൾക്കാനുമുണ്ട്. വീണ്ടും ഒരു എപ്പിസോഡിൽ മൈത്രേയന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. താങ്ക്